ഹായ് ഫ്രണ്ട്സ്, എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ ഷിബു ചമ്പക്കര. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം കോട്ടയം റൂട്ട് ഹൈവേ കാഞ്ഞിരമിറ്റത്ത് പണിതുകൊണ്ടിരിക്കുന്ന ഒരു വില്ല പ്രോജക്റ്റിലെ 2 വീടുകളാണ്. ഈ വില്ല പ്രോജക്റ്റിലെ എല്ലാ പ്ലോട്ടുകളിലേക്കും ലോറി കടന്നു വരുന്ന വഴിയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 3 വീടുകളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇവിടെ പൂർത്തിയായിട്ടുള്ള വീടുകളിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വീട് സെയിലായതാണ്. ഇനി വിൽപ്പനയ്ക്കുള്ളത് റൈറ്റ് സൈഡിൽ കാണുന്ന 2 3BHK വീടുകളാണ്. ഈ പ്രോജക്റ്റിലുള്ള എല്ലാ പ്ലോട്ടുകളിലും വീടുകൾ വരാനുള്ളതാണ്. എല്ലാ വീടുകളും ഇവർ ഘട്ടം ഘട്ടമായി പൂർത്തീകരിക്കുന്നതായിരിക്കും. റൈറ്റ് സൈഡിൽ ലാസ്റ്റ് കാണുന്ന വീടിൻ്റെ വർക്കും കൂടാതെ ഇവിടെയുള്ള എല്ലാ പ്ലോട്ടുകളുടെയും കോമ്പൗണ്ട് വാളിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീടുകൾ വടക്ക് ദർശനത്തിൽ കറക്റ്റ് വാസ്തുപരമായിട്ടാണ് പണിതിരിക്കുന്നത്. ഈ 2 വീടുകളും 6 സെന്റിൽ 1 നില 1200 സ്ക്വയർ ഫീറ്റ് 3BHK അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് പണിതിരിക്കുന്നത്. 2 വീടുകളും സെയിം ഡിസൈൻ ആയതുകൊണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വീട് ഞാൻ കറക്റ്റായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തുള്ള ദൃശ്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നേരെ തന്നെ നല്ലൊരു കവേർഡ് കാർ പാർക്കിംഗ് കാണാം. വീടിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് എൻഡിലായിട്ട് നല്ലൊരു ഷോ വാൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ചെങ്കൽ ഡിസൈനിലുള്ള ക്ലാഡിംഗ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെടിയൊക്കെ നടാനുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഭാഗത്ത് മൊത്തം ടൈലൊക്കെ ഒട്ടിച്ച് മുകൾ ഭാഗത്ത് ഗ്രാനൈറ്റ് ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. കോമ്പൗണ്ടിൻ്റെ അകത്ത് ഫ്രണ്ട് ഭാഗത്ത് 3 കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗവും ബാക്ക് സൈഡും ഒക്കെ മൊത്തം ഇവർ ഇന്റർലോക്ക് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഫ്രണ്ട് ഗേറ്റ് GI സ്ക്വയർ പൈപ്പിൽ സ്ലൈഡിംഗ് മോഡലായിട്ടാണ് പണിതിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തറ മൊത്തം ടൈലൊട്ടിച്ച് കവറിങ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സിറ്റ് ഔട്ട് പരിചയപ്പെടാം. സിറ്റ് ഔട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും സ്ക്വയർ ഫീറ്റിന് 250 രൂപയോളം വിലയുള്ള ഒരിക്കലും ഫെയ്ഡാകാത്ത ഗ്രാനൈറ്റ് സ്ലാബിനോട് കിടപിടിക്കുന്ന ഗ്രാനൈറ്റ് സ്ലാബിൻ്റെ കനമുള്ള 8 അടി നീളവും 2.5 അടി വീതിയുമുള്ള നല്ല ഗ്ലേസ്ഡ് ടൈൽ സ്ലാബുകളാണ് വിരിച്ചിരിക്കുന്നത്. ഗ്രാനൈറ്റ് സ്ലാബിൽ ചെയ്യുന്നത് പോലെ സ്റ്റെപ്പിൻ്റെ എഡ്ജ് ഡബിൾ ഒട്ടിച്ച് പോളിഷ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി വീടിൻ്റെ അകത്തേക്ക് കയറി വീടിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. ഇതാണ് ലിവിങ് ഏരിയ. നേരെ കാണുന്ന ഭിത്തിയിലായിട്ടാണ് TV ഒക്കെ സെറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം കൊടുത്തിരിക്കുന്നത്. ഈ ലിവിങ് ഏരിയയുടെ വലിപ്പം 13.25 അടി നീളവും 10 അടി വീതിയുമാണ്. 132.5 സ്ക്വയർ ഫീറ്റാണ് ഈ ലിവിങ് ഏരിയ ഉള്ളത്. ഫ്ലോറ് മൊത്തം വൈറ്റ് കളറിൽ ലൈറ്റ് ഗ്രേ ഡിസൈനോട് കൂടിയ 4x2 8 സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഇതാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയുടെ നേരെ കാണുന്ന ഭിത്തിയിലായിട്ട് കൗണ്ടർ മോഡൽ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് 3 ഡോറോട് കൂടിയ ഒരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം 16.25 അടി നീളവും 10 അടി വീതിയുമാണ്. 167.5 സ്ക്വയർ ഫീറ്റാണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത്. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 13 അടി നീളവും 11 അടി വീതിയുമാണ്. 143 സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട് കടന്നു വരുന്ന ഭാഗത്ത്. പാസേജിൻ്റെ വലിപ്പം 5 അടി നീളവും 4 അടി വീതിയുമാണ്. 20 സ്ക്വയർ ഫീറ്റാണ് പാസേജ് ഉള്ളത്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. വാളിൽ ലൈറ്റ് ഗ്രേ കളർ 8 സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 7 അടി നീളവും 4.5 അടി വീതിയുമാണ്. 31.5 സ്ക്വയർ ഫീറ്റാണ് ഈ ബാത്റൂം ഉള്ളത്. ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം
13 അടി നീളവും 9.5 അടി വീതിയുമാണ്. 123.5 സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. വാളിൽ ഡാർക്ക് ഐവറി കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലും ഐവറി കളർ ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 7 അടി നീളവും 4 അടി വീതിയുമാണ്. 28 സ്ക്വയർ ഫീറ്റാണ് ഈ ബാത്റൂം ഉള്ളത്. ഈ വീടുകളിൽ മരപ്പണിക്കായി ഉപയോഗിച്ചിരിക്കുന്ന തടി ആഞ്ഞിലിയും പ്ലാവുമാണ്. ഈ വീടിനകത്ത് പകൽ സമയത്ത് നല്ല വെട്ടം കിട്ടുന്ന രീതിയിലാണ് വീട് പണിതിരിക്കുന്നത്. ഈ വീഡിയോ എടുത്തിരിക്കുന്ന സമയത്ത് ഞാൻ യാതൊരു വിധത്തിലുള്ള ലൈറ്റുകൾ ഉപയോഗിച്ചിട്ടില്ല. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 10 അടി നീളവും 9 അടി വീതിയുമാണ്. 90 സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 8.5 അടി നീളവും 3.25 അടി വീതിയുമാണ്. 32 സ്ക്വയർ ഫീറ്റാണ് ഈ ബാത്റൂം ഉള്ളത്. ഇവിടെയുള്ള 3 ബാത്റൂമുകളിലും വാളിലും ഫ്ലോറിലും മൊത്തം വാട്ടർ പ്രൂഫ് ചെയ്ത് എപ്പോക്സി വർക്ക് ചെയ്ത് ലീക്ക് പ്രൂഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ അടുക്കളയാണ്. അടുക്കള ഇപ്പോൾ സാധാരണമായിട്ട് ഓപ്പൺ ആയിട്ടാണ് കൊടുക്കാറ്. ഇവിടെ ഇത്തിരി പഴയ മോഡല് ഡോറ് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സേഫ്റ്റി ആയിട്ടുള്ള അടുക്കളയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ സ്ലാബ് മൊത്തം ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത്. കിച്ചൺ സ്ലാബിലാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കടന്നു വരുന്ന ഭാഗത്ത് മുകളിലായിട്ട് ബെർത്തിൽ മൊത്തം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്ക് ദ്രവിച്ചൊന്നും പോകാത്ത രീതിയിൽ മൊത്തം മെറ്റലിലാണ് ചെയ്തിരിക്കുന്നത്. ഈ അടുക്കളയുടെ വലിപ്പം 10 അടി നീളവും 8.5 അടി വീതിയുമാണ്. 85 സ്ക്വയർ ഫീറ്റാണ് ഈ അടുക്കളയുള്ളത്. ഇവിടെ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഒരു 2 സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. മൊത്തം ടൈലിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പുകൾ. ഈ പ്രോജക്റ്റിൽ നിന്നും കോട്ടയം എറണാകുളം റൂട്ട് ഹൈവേ ബസ് സ്റ്റോപ്പിലേക്ക് വെറും 150 മീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ നീളം 12 അടിയും വീതി 32 സെൻറ്റിമീറ്ററുമാണ്. സിറ്റ് ഔട്ടിൻ്റെ വലിപ്പം 12 അടി നീളവും 5 അടി വീതിയുമാണ്. 60 സ്ക്വയർ ഫീറ്റാണ് സിറ്റ് ഔട്ട് ഉള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ചുറ്റുഭാഗങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാം. ഇവിടെ വീടിൻ്റെ കിഴക്ക് വടക്ക് മൂലയിലായിട്ട് വാസ്തുപരമായിട്ട് ഒരു കിണർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിണറിൽ മൊത്തം റിങ്ങാണ് ഇറക്കിയിരിക്കുന്നത്. കിണറിലെ വെള്ളം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും. കിണറിലുള്ള വെള്ളമാണെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണുള്ളത്. വേനൽക്കാലത്തും വറ്റാത്ത രീതിയിലുള്ളൊരു കിണറാണിത്. ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡായിട്ട് വരുന്ന ഭാഗം. ഇവിടെ മുകളിലെ ടെറസിലേക്ക് കയറുന്നതിനായിട്ട് ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. വാർത്താണ് സ്റ്റെയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് പിടിച്ച് മുകളിലേക്ക് കയറുന്നതിനായിട്ട് ഒരു ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അത് GIയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മുകളിലുള്ള ഓപ്പൺ ടെറസ്. ഇവിടെ ഒരു വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മുകളിലായിട്ട് ഒരു സ്റ്റാൻഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ താഴേക്ക് ഇറങ്ങാം. അടുക്കളത്തോട്ടമൊക്കെ സെറ്റ് ചെയ്യുന്നതിന് ഉപകരിക്കുന്ന രീതിയിൽ ഇന്റർലോക്ക് ടൈലൊന്നും വിരിക്കാതെ പ്ലെയിനായിട്ട് ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും വൈറ്റ്ല ജംഗ്ഷനിലേക്ക് 19 കിലോമീറ്ററാണ് ദൂരമുള്ളത്. തൃപ്പൂണിത്തുറയിലേക്ക് 15 കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് 12 കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് 10 കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് 6.5 കിലോമീറ്ററും പുത്തങ്കാവിലേക്ക് 4 കിലോമീറ്ററും മില്ലിങ്കൽ ജംഗ്ഷനിലേക്ക് 2 കിലോമീറ്ററും അരയങ്കാവിലേക്ക് 2.5 കിലോമീറ്ററും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് 12 കിലോമീറ്ററും ആമ്പല്ലൂർക്ക് 4 കിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് 5 കിലോമീറ്ററും അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് 15 കിലോമീറ്ററും കാക്കനാടേക്ക് 22 കിലോമീറ്ററുമാണ് ദൂരമുള്ളത്. കാഞ്ഞിരമിറ്റം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്നും 4.5 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഈ 6 സെൻറ്റ് സ്ഥലവും 1200 സ്ക്വയർ ഫീറ്റ് 3 BHK ആയിട്ടുള്ള ഈ ഒരു നില വീടിന് ഇവർ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് 48 ലക്ഷം രൂപയാണ്.
ഈ രണ്ട് വീടുകളുടെയും പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കണ്ട വീടിന് ഫ്രണ്ട് ഭാഗം ഇത്തിരി കുറവാണ്, ബാക്ക് സൈഡ് ഇത്തിരി കൂടുതലാണ്. ഈ വീടിന് ഫ്രണ്ട് ഭാഗം ഇത്തിരി കൂടുതലാണ്, ബാക്ക് സൈഡ് ഇത്തിരി കുറവാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡിസൈനിങ്ങിലും സ്ക്വയർ ഫീറ്റിലും ഒക്കെ സെയിം തന്നെയാണ്. പെരുമാറാനായിട്ട് കുറച്ച് സ്ഥല സൗകര്യവും രണ്ട് ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന രീതിയിലുമാണ് ഈ വീട് ഇവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചേട്ടനും അനിയനുമൊക്കെ ആണെങ്കിൽ 25 ലക്ഷം രൂപ ഷെയർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ വീട് സ്വന്തമാക്കാവുന്നതാണ്. കൂടാതെ ഈ പ്രദേശം നല്ല ഉറച്ച കൽപ്പൊടി പ്രദേശമായതുകൊണ്ടും നല്ല ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ പണിതിരിക്കുന്നത് കൊണ്ടും അംഗങ്ങൾ കൂടുന്നതനുസരിച്ച് 1-2 നില മുകളിലേക്ക് പണിയാവുന്നതാണ്. എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള വീടുകൾ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ ലോൺ സൗകര്യം ചെയ്തു കൊടുക്കുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് വന്ന് കാണുന്നതിനായിട്ട് നമ്പർ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തേക്കാം, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.